നമസ്കാരം. രാജ്യത്തിനകത്തുനിന്ന് തന്നെ ശക്തമായ ഒരു കലാപം പൊട്ടിപ്പുറപ്പെട്ടില്ലെങ്കിൽ ഇറാനിൽ ഭരണമാറ്റം അസാധ്യമാണെന്ന് മനസ്സിലാക്കിയ അമേരിക്കയും ഇസ്രയേലും കഴിഞ്ഞ ഒരു വർഷക്കാലത്തിലേറെയായി പശ്ചിമ ഇറാനിലെ കുർദിഷ് വിമതർക്ക് രഹസ്യമായ ആയുധങ്ങൾ എത്തിച്ചു നൽകിയിരുന്നതായി റിപ്പോർട്ടുകൾ. ഏതാനും ദിവസങ്ങൾക്കകം തന്നെ അവർ ഒരു കലാപത്തിന് മുതിർന്നേക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. ഇതിന് കളമൊരുക്കുന്നതിനായിട്ടാണ് പശ്ചിമ ഇറാനിലെ സുരക്ഷാ സംവിധാനങ്ങൾക്ക് നേരെ അമേരിക്കയും ഇസ്രയേലും കടുത്ത ആക്രമണം അഴിച്ചുവിട്ടതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. കലാപകാരികൾക്ക് അതിവേഗം മേൽക്കൈ നേടിയെടുക്കുന്നതിനായി പശ്ചിമ ഇറാനിലെ സുരക്ഷാ സംവിധാനങ്ങളെ ദുർബലപ്പെടുത്തുക എന്നതായിരുന്നു ആക്രമണങ്ങളുടെ ഉദ്ദേശം. രാജ്യം വീണ്ടെടുക്കണമെന്നും നിലവിലെ ഭരണകൂടത്തെ അധികാരത്തിൽ നിന്നും മാറ്റണമെന്നും ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും ഇറാൻ ജനതയോട് ആഹ്വാനം ചെയ്തതിന് തൊട്ടുപിറകെയാണ് ഈ റിപ്പോർട്ട് വന്നിരിക്കുന്നത്. രാജ്യത്തിനകത്തുനിന്ന് തന്നെയുള്ള ഒരു ജനകീയ കലാപം കൂടാതെ ഇറാനിലെ ഭരണം മാറ്റാൻ കഴിയില്ലെന്ന തിരിച്ചറിവിലാണ് പ്രോക്സി ഗ്രൂപ്പുകളെ ഉപയോഗിച്ചുള്ള ഈ നീക്കം. കഴിഞ്ഞ ഒരു വർഷത്തിലേറെയായി കുർദിഷ് വിമതർക്ക് അത്യാധുനിക ആയുധങ്ങളും സാങ്കേതിക സഹായവും അമേരിക്കയും ഇസ്രയേലും നൽകി വരുന്നതായാണ് വിവരം. ഈ നീക്കങ്ങൾക്ക് പശ്ചിമേഷ്യയിൽ മറ്റൊരു വലിയ യുദ്ധത്തിന് വഴി തുറക്കുമോ എന്ന ആശങ്കയും ശക്തമാണ്. ആഭ്യന്തര കലാപം പൊട്ടിപ്പുറപ്പെട്ടാൽ ഇത് ഇറാന്റെ അയൽരാജ്യങ്ങളെയും ബാധിക്കാൻ സാധ്യതയുണ്ട്. നിലവിൽ ഹിസ്ബുള്ളയുമായും ഹമാസുമായും യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഇസ്രയേലിന് ഇറാന്റെ ആഭ്യന്തര സുരക്ഷ തകരുന്നത് വലിയ ആശ്വാസമാകുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത്. ആഭ്യന്തര കലാപത്തിനിടയിൽ അമേരിക്കൻ കരസൈന്യത്തെ ഇറാനിൽ ഇറക്കാനും അമേരിക്ക ശ്രമിക്കുക എന്നാണ് ചില യുദ്ധ നിരീക്ഷകർ വിലയിരുത്തുന്നത്. അതേസമയം ഭരണകൂട മാറ്റം എന്ന ലക്ഷ്യം കാണാതെ യുദ്ധം അവസാനിപ്പിക്കാൻ ട്രംപ് തയ്യാറായേക്കില്ല എന്ന സൂചനകളും പുറത്തു വന്നിട്ടുണ്ട്. അവരുടെ വ്യോമസേനയും നാവികസേനയും രാഷ്ട്രീയ നേതൃത്വവും എല്ലാം അവസാനിച്ചിരിക്കുന്നു. ഇനി ചർച്ചകൾക്ക് പ്രസക്തിയില്ല. ഒരുപാട് വൈകിപ്പോയി എന്നാണ് ട്രംപ് തന്റെ സാമൂഹിക മാധ്യമ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചത്. പുതിയ ആത്മീയ നേതാവിന്റെ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന കെട്ടിടവും ബോംബിട്ട് തകർത്തതായി ട്രംപ് അവകാശപ്പെട്ടു. എന്നാൽ അത് പഴയ കെട്ടിടമാണ് എന്നാണ് ഇറാൻ മറുപടിയായി പറഞ്ഞത്. അതിനിടെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാമറോടുള്ള അതൃപ്തിയും ഡൊണാൾഡ് ട്രംപ് ആവർത്തിച്ചു വ്യക്തമാക്കി. സ്റ്റാമർ ഒരു വിൻസ്റ്റൺ ചർച്ചിലൊന്നും അല്ല എന്ന് ഓർമ്മിപ്പിച്ച ട്രംപ് ബ്രിട്ടനും അമേരിക്കയുമായി എന്നും വിശേഷപ്പെട്ട ഒരു സൗഹൃദമായിരുന്നു കാത്തു സൂക്ഷിച്ചിരുന്നെന്നും ഓർമ്മിപ്പിച്ച ട്രംപ് അതിപ്പോൾ ഒരു പ്രതിസന്ധിയിലേക്ക് കടന്നിരിക്കുകയാണെന്നും പറഞ്ഞു. അമേരിക്കയുമായി സഹകരിക്കാൻ വൈമുഖ്യം കാട്ടിയ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി നടപടിയിൽ താൻ തികച്ചും അതൃപ്തനാണെന്നും ട്രംപ് തുറന്നടിച്ചു. ഇറാന് നേരെയുള്ള ആക്രമണത്തിന് ബ്രിട്ടീഷ് സൈനിക താവളങ്ങൾ ഉപയോഗിക്കാൻ അമേരിക്കയ്ക്ക് ആദ്യം അനുവാദം നൽകാതിരുന്ന നടപടിയാണ് ട്രംപിനെ പ്രകോപിപ്പിച്ചിരിക്കുന്നത്. ഷാഗോസ് ദ്വീപുകളിലെ ഡീഗോ ഗാഷ്യ സൈനിക താവളം ഉപയോഗിക്കാനായിരുന്നു അമേരിക്ക ആദ്യം ഉദ്ദേശിച്ചത്. അതിന് ബ്രിട്ടൻ അനുമതി നൽകാതിരുന്നതോടെ പുതിയ ആക്രമണ പദ്ധതി രൂപപ്പെടുത്താൻ 3-4 ദിവസങ്ങൾ അധികമായി എടുത്തുവെന്നും ട്രംപ് പറഞ്ഞു. മാത്രമല്ല, ഡീഗോ ഗാഷ്യ ഉപയോഗിക്കാൻ അനുമതി നൽകിയിരുന്നെങ്കിൽ തങ്ങളുടെ യുദ്ധവിമാനങ്ങൾക്ക് ഇപ്പോൾ പറക്കുന്നത്ര ദൂരം പറക്കേണ്ട ആവശ്യം വരില്ലായിരുന്നെന്നും ട്രംപ് പറഞ്ഞു. എന്തായാലും പശ്ചിമേഷ്യയിൽ യുദ്ധം മുറുകുകയാണ്. കുർദിഷ് കലാപകാരികൾക്കും ഇസ്രായേൽ അമേരിക്ക സൈനിക സഹായം നൽകി വരുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. ഇറാന്റെ അകത്തുനിന്നും ഒരു ആഭ്യന്തര കലാപത്തിൻ്റെ ഘട്ടത്തിൽ പുറത്തുനിന്നും ആക്രമിക്കുക എന്ന് തന്നെയാണ് ഇവരുടെ ഉദ്ദേശമെന്നാണ് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത്. ഇതിലൊക്കെ കൂടുതൽ സ്ഥിരീകരണം വരേണ്ടതുണ്ട്. യുദ്ധം 5ാം നാളിലേക്ക് കടന്നിരിക്കുകയാണ്.